ഹലോ മക്കളെ, നമ്മളൊരു പുതിയ ഡിസ്കോഴ്സ് ഐറ്റമാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട് പരിചയം ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. പ്രിസി റൈറ്റിംഗ് എന്നാണ് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നും. പ്രത്യേകിച്ച് അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. അതായത് നമുക്കൊരു പാസേജ് തരും. ആ പാസേജിനെ അതിൻ്റെ ടോട്ടൽ എന്താണ്, അതിൻ്റെ കണ്ടന്റിനെ നമ്മൾ 3/1 ചുരുക്കി എഴുതുക. ഓക്കെ, 1/3 ആക്കി എന്ത് ചെയ്യണം, ചുരുക്കി എഴുതണം. അതാണ് പ്രിസി റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആ തരുന്ന പാരഗ്രാഫിലെ സെന്റൻസുകളോ വാക്കുകളോ ഒക്കെ സെയിം ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പാടില്ല, എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതി നമുക്ക് മാർക്ക് കിട്ടത്തില്ല. ആ ഒരു പ്രൊപ്പോർഷൻ ഞാൻ പറഞ്ഞല്ലേ, അതായത് 3/1 എഴുതണമെന്ന് പറയുന്നത്, തരുന്ന കണ്ടന്റിനെ ചുരുക്കി അതിന്റെ 1/3 ഭാഗമാക്കി എഴുതണം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പ്രൊപ്പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും പാലിക്കണം. പിന്നെ അതിന് ടൈറ്റിൽ കൊടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടി നോക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, സമയം കുറച്ച് നമുക്ക് കൂടുതൽ എടുക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ മീനിങ് എല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ അതിനെ ചുരുക്കാൻ വേണ്ടിയിരിക്കും. അതിൽ സെയിം വാക്കുകളിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ സ്വന്തം വേർഡ്സിൽ എടുത്ത് എഴുതുന്ന സമയത്ത് ഉണ്ടാക്കി എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടാം. സമയം കുറച്ച് നമുക്ക് എക്സ്ട്രാ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അതും കൂടെ മനസ്സിൽ എന്ത് ചെയ്യുക, ഒന്ന് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നോക്കിക്കോ, എന്താണ് പ്രിസി എന്ന് പറഞ്ഞാൽ. Prezi writing is the art of reconstruction of the sentences in a text without changing its central theme. നമുക്ക് തരുന്ന ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പാസേജ്, അതിന്റെ മെയിൻ തീം മാറ്റാതെ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, റീകൺസ്ട്രക്ട് ചെയ്യുന്നു. അതാണ് പ്രിസി റൈറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ യു നീഡ് ടു റൈറ്റ് ദ എസെൻസ് ഓഫ് ദ പാസേജ് ഇൻ യുവർ ഓൺ വേർഡ്സ്. എന്താണോ ആ പാസേജിന്റെ എസെൻസ്, അതിന്റെ തീം, അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, ആ സത്ത എന്താണോ ആ സാധനം നമ്മൾ നമ്മുടെ സ്വന്തം വാക്കിൽ അതിന്റെ ആശയം മാറാതെ എഴുതണം. ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡോണ്ട് കോപ്പി ദ സെന്റൻസസ് ഫ്രം ദ ഒറിജിനൽ പാസേജ്. നമുക്ക് തരുന്ന പാസേജിലുള്ള ഒറിജിനൽ സെന്റൻസ് എന്ത് ചെയ്യാൻ പാടില്ല, കോപ്പി ചെയ്ത് എഴുതാൻ പാടില്ല. നമ്മൾ ചുരുക്കി എഴുതാൻ പറഞ്ഞപ്പോൾ നമ്മൾ ചിലത് ചെയ്യും, ഇത് ഇത്രയും വലിപ്പമുണ്ട്, അല്ലെങ്കിൽ ഇതിലൊരു 10 സെന്റൻസ് ഉണ്ട്, അപ്പോൾ 3/1 പറയുമ്പോൾ നമുക്കൊരു എന്താണ്, ഇതിനൊരു 3-4 സെന്റൻസ് എടുത്ത് എഴുതാം. അങ്ങനെ ഒരു തോട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവരുത് മക്കളെ. ഓക്കെ, നമ്മൾ കോപ്പി ചെയ്യാൻ പാടില്ല. ഇനി ബി ബ്രീഫ് ആൻഡ് പ്രിസൈസ്. പേര് തന്നെയുണ്ട്, വളരെ ചുരുക്കി എഴുതേണ്ട. പ്രിസി റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചുരുക്കം, സംക്ഷിപ്ത രൂപം ചുരുക്കി എഴുതുക കേട്ടോ. ദെൻ അടുത്ത, അണ്ടർസ്റ്റാൻഡ് ദ മെയിൻ ഐഡിയ കൺവേഡ് ത്രൂ ദ പാസേജ്. പാസേജിലുടനീളം എന്ത് ഐഡിയ ആണോ കൺവേ ചെയ്യുന്നുള്ളത് നമ്മൾ ആദ്യം വായിച്ച് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിനെ ചുരുക്കാൻ പറ്റുള്ളൂ, നമ്മുടെ സ്വന്തം വാക്കിൽ എഴുതാനും പറ്റുള്ളൂ. ഇനി റൈറ്റ് ഇൻ യുവർ ഓൺ വേ. നമ്മുടെ രീതിക്കാണ് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. യൂസ് സിമ്പിൾ ലാംഗ്വേജ്. കൂടുതൽ കട്ടിയൊന്നും വേണ്ട, ലൈറ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതി, നമ്മൾ എന്താണോ മനസ്സിലായത് അത് നമ്മുടെ സിമ്പിൾ ലാംഗ്വേജിൽ എന്ത് ചെയ്യുക, എഴുതുക. ഫൈൻഡ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. അതിനെന്തും കൊടുക്കണം, ഒരു ടൈറ്റിലും കൊടുക്കാൻ എന്ത് ചെയ്യരുത്, മറക്കരുത്. മെയിൻറ്റെയിൻ ദ പ്രൊപ്പോർഷൻ 1/3. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അതിനെ 3/1 ചുരുക്കി എഴുതണം. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ പ്രിസി റൈറ്റിംഗ്.